എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശക്കുന്ന വയറിനെ കുറിച്ചോളം ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിശക്കുന്ന വയറിനെ കുറിച്ചോളം എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി അത് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ചിട്ടും നടത്തി വരുന്ന പരിപാടിയാണ്. അപ്പം അത് നമ്മുടെ സാധാരണയായിട്ട് ഇത്തരമൊരു ജനകീയ സദ്യ നടത്തുക ഓണത്തിനും വിഷുവിനും. കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ ദിനത്തിൽ നടത്തി അതിനായ GS അജിത്താണ് അതിനെ നേതൃത്വം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന ആശയം മുൻനിർത്തിയിട്ടാണ് ഇത്തരമൊരു കാര്യത്തിന് മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ജ്യോതിദാസ് ഗുരുവായൂരിനെ സ്നേഹത്തോട് മാതരം ജയ വന്ദേ മാതരം വന്ദേ മാതരം ജയ വന്ദേ മാതരം ജയ ജയ ഭാരത ജയ ജയ ഭാരത ജയ ജയ ഭാരത ജയ ജയ ഭാരത വന്ദേ മാതരം ജയ വന്ദേ മാതരം ആര്യ ഭൂമിയിൽ നാരിയരും നിറ സൂര്യരും ചൊല്ലും വീര്യവാസകം ആര്യ ഭൂമിയിൽ നാരിയരും നിറ സൂര്യരും ചൊല്ലും വീര്യവാചകം വന്ദേ മാതരം ജയ വന്ദേ മാതരം നൊന്തേ പോയിനോ വന്ദേ മായിനോ നന്ദേ സത്തവു വന്ദേ ചൊൽവത് വന്ദേ മാതരം ജയ 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 ഭാരത ജയ ജയ ഭാരത ജയ ജയ ഭാരത വന്ദേ മാതരം ജയ വന്ദേ മാതരം ജയ വന്ദേ. സ്നേഹിതനാണ്. അങ്ങനെ എല്ലാവരെയും പ്രത്യേക സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ടതും നന്ദി പറയേണ്ടതും അത് വസ്ത്രമൺ ടീച്ചർക്കാണ്. ഇത്തരമൊരു പരിപാടി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ആദ്യം സമീപിച്ചത് ടീച്ചറെയാണ്. അപ്പോൾ ടീച്ചറാണ് ഇത് ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ധൈര്യം തന്നത് ടീച്ചറാണ്. എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ മറ്റു ദിവസങ്ങളിലൊക്കെ ടീച്ചർ അവിടെ ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു സൗകര്യം ചെയ്തു തരുന്നു. നമ്മൾ ഓണം വിഷുവിനാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1-2 ദിവസങ്ങളിലും കൂടി അത്തരമൊരു സൗകര്യം ടീച്ചർ അവിടെ ചെയ്തു തരുന്നുണ്ട്. ടീച്ചറുടെ മകൻ ഗുരു ഇവിടെ എൻ്റെ പ്രത്യേക രീതിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള വസ്ത്രദാനത്തിൻ്റെ കൺവീനറും മുരളിയ കമ്പനിയുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും വസ്ത്രദാനം നടത്തി നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ എല്ലാ വസ്ത്രങ്ങളും ഇവിടെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ കാര്യങ്ങളിൽ നടത്തുന്ന വസ്ത്രദാനം ഇവിടെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. രാജേഷ്, എല്ലാവരും ഓരോരുത്തരുടെ പേര് പറയുന്ന എല്ലാവരും സ്നേഹത്തോടുകൂടി സ്വാഗതം അധ്യക്ഷനായിട്ട് ബി മോഹൻദാസ് എന്നുള്ള സ്നേഹത്തോട് യോഗത്തിൻ്റെ ഉദ്ഘാടകൻ രാജൻ, GS അജിത്, ചേംബറിൻ്റെ സെക്രട്ടറി രവി കണ്ടക്ടർ, ശ്രീ അപ്പറ്റി കഴിഞ്ഞു, കെ പ്രകാശ്, ബാലം വാർനാട്ട്, കുരുസ്വാമി, മുരളി, മറ്റു രജിലക്ഷ്മി. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് രവി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അല്ല, ഈ ശക്തമായ മഴയിലും ഇതിലൊക്കെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അധികം പ്രസംഗമില്ലാതെ പെട്ടെന്ന് പരിപാടികളിലേക്ക് കടന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. രവി സൂചിപ്പിച്ച മാതിരി ശ്രീ GS അജിത്ത് ചേംബർ ഓഫ് കൊമേഴ്സുമായി പ്രത്യേകിച്ച് വിശക്കുന്ന വയറുമായി സഹകരിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശേഷ ദിവസങ്ങളിൽ അതുപോലെ മറ്റുള്ള പ്രവൃത്തികളിലൊക്കെ ചേംബർ ഓഫ് കൊമേഴ്സ് വിശക്കുന്നവരുമായി സഹകരിച്ച് വരുന്നുണ്ട്. അദ്ദേഹം പല പോസ്റ്റുകളും അതിൽ ഇടുന്നത് കാണാറുണ്ട്. വിശക്കുന്നവരെ കുറിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ ഇവിടെ ഇതുമായി സഹകരിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മെമ്പർമാരല്ലാതെ പുറത്തുനിന്ന്
പല ആളുകളും ഇതുമായി സഹകരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇനിയും ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ച് ഈ വിശക്കുന്ന വയറിനൊരു തിരിച്ചുവിടുന്ന പദ്ധതിക്ക് ഇനിയും കരുത്തേകാൻ അവർക്കെല്ലാം അത് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ സൗകര്യം ഏർപ്പാടാക്കി തന്ന ടീച്ചറുടെ മകനും കൂടെ ഉണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ഓഗസ്റ്റ് 15 ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ചേംബർ ഓഫ് കൊമേഴ്സ് സാധിച്ചു. അതിന് കാരണക്കാരനായിട്ട് കൂടി നന്ദി പറയുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഈ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ്റെ പേരിൽ ഒരു അവാർഡ് നമ്മൾ നമ്മുടെ ശ്രീ ദേവി സംഘത്തിന് നൽകുന്നുണ്ട്. ശ്രീ അബ്ദുട്ടി കൈതമുക്കിൻ്റെ അവരുടെ ഒരു കൾച്ചറൽ സൊസൈറ്റിയുടെ അവരുടെ ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് നൽകുന്നത്. ഞാൻ പല സ്ഥലത്തൊക്കെ പറയാറുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അവർ നല്ല ആളുകളായിരുന്നു മറ്റേതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അവാർഡ് കൊടുത്തിട്ട് നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അംഗീകാരം നൽകുമ്പോൾ അത് ആ വ്യക്തി കൂടെ അറിഞ്ഞ് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര അംഗീകാരം തന്നെയാണ്. അതിന് രവി അതുപോലെ ഉള്ള ആളുമാണ്. ഇതിനു മുന്നേ അടുത്ത് തന്നെ വേറൊരു അദ്ദേഹത്തിനൊരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഇനിയും ഇതിലേക്ക് വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശ്രീ രാജൻ ക്ഷണിച്ചുകൊണ്ടത് ഇരുന്നോ അവിടെ ഇരുന്നോ. ശ്രീ രവി ചങ്കത്ത്, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ആളുകളെ, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹനിധികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും 79ാം സ്വാതന്ത്ര്യദിന ആശംസകൾ. ആദ്യമായിട്ട് ഈ വീട്ടിൽ വെച്ചാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയത്. വിശക്കുന്ന വയറിന് ഒരു ഊണ്. യഥാർത്ഥത്തിൽ വിശന്നിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ വലിയൊരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ളൊരു മഹത്കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രേരകമായിട്ടുള്ള ശക്തികളെ, അതിന് സജ്ജരമായി വരെ മുന്നോട്ട് വരുന്ന ആളുകളെ, നമ്മൾ ഇതിന് വന്നു ചേരുന്ന ആളുകൾ രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിലും അവരെ ഒന്ന് അഭിനന്ദിച്ചില്ലെങ്കിൽ, ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് വലിയ മോശമായി പോകും. ശരീരമാദ്യം ഖനുധർമ്മ സാധകം, അന്നവിചാരം, മുന്നവിചാരം, ഭിന്നവിചാരം, കാര്യവിചാരം എന്നൊക്കെയാണല്ലോ രവിയേട്ട പറയുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് ഇന്ന് ഈ സൽക്കർമ്മം ചെയ്യാൻ സന്നദ്ധരായി വന്ന GS അജിത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല ആ GS അജിത്ത്. GS പ്രദീപ് എന്ന ധിഷണാശാലിയായ അശ്വമേധം എന്ന പരിപാടിയുടെ സഹോദരനാണ്. ആ പ്രോഗ്രാം നയിക്കുന്ന GS പ്രദീപിന്റെ സഹോദരനാണ്. അദ്ദേഹത്തിന് തീർച്ചയായും അതിൻ്റെ ചില ലാഞ്ചനകൾ, അതിൻ്റെ ചില കഴിവുകൾ, പ്രസരിപ്പുകൾ, സ്പന്ദനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ GS അജിത്തിനെ കാണുകയാണ്, അറിയുകയാണ്. നമ്മളാരും പ്രവർത്തിക്കുന്നവരില്ല. ഒരുപക്ഷെ നമ്മൾക്കാർക്കും പൊടുന്നനെ ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു വ്യക്തിയായിരിക്കില്ല. എക്സെൻട്രിക് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ അതിൽ കാണാം നമുക്ക്. ഇതാണ് വഴിമാറി സഞ്ചരിച്ചിട്ടുള്ളവരാണ് ഇവിടെ ചരിത്രം പങ്കിട്ടുള്ളവർ, ചരിത്രം ജയിച്ചിട്ടുള്ളവർ. വഴിമാറി സഞ്ചരിക്കുക, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും അപ്പുറത്തായിട്ട് ചില കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നവർ ഇവിടെ സംഘടിക്കുമ്പോഴാണ് ഇതുപോലെ വ്യത്യസ്തമായ പരിപാടികൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നത്. ഞാൻ എറണാകുളത്ത് നിന്നും ഇന്നലെ തന്നെ സഞ്ചരിച്ച് ഇവിടെ എത്തിയതാണ്. ഇദ്ദേഹം ഒരു വലിയ സൽക്കർമ്മം ഈ 79ാം സ്വാതന്ത്ര്യത്തിൽ ചെയ്യുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു ഞാൻ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കാലങ്ങൾക്ക് മുമ്പ്. ഉണ്ണാനും ഉടുക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് പരമാർത്ഥം. വിശപ്പ് തന്നെയാണ് അടിസ്ഥാന കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഞാനൊക്കെ 25 വർഷത്തോളം സർക്കാർ ഓഫീസ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ഒരുപാട് ആളുകളെ, അധികാരത്തിന്റെ മേൽത്തട്ടിലിരുന്ന ഒരുപാട് അധികാര സൗഭാഗ്യങ്ങളെ ഞാൻ അടുത്തറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്.
ഇവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യമാണ് ഈ GSI ചെയ്യുന്നത്. കിട്ടിയ ശമ്പളം പോക്കറ്റിലിട്ട്, കിട്ടുന്ന പെൻഷനും ആനുകൂല്യങ്ങളും മുഴുവൻ പോക്കറ്റിട്ട് വീണ്ടും വീണ്ടും സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിച്ച് ബാഹ്യ സൗഭാഗ്യങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കുന്ന ഒരു ഇടത്താണ് മനുഷ്യരായിരിക്കുന്നത്. പക്ഷേ കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ വിശക്കുന്ന വയറുകൾക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ച ആ മനുഷ്യനെ, GS അജിത്ത് എന്ന മനുഷ്യനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. ഇതിനെ സജ്ജമാക്കിയ വേദി. എനിക്കിവിടെ നിന്ന് വർത്തമാനം പറയാൻ, ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പോവുകയാണ്. സങ്കടം തോന്നുന്നു. കാരണം ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാനേ കഴിയുള്ളൂ. അത് വലിയ ഭാഗ്യമാണ്. ഇതുപോലെയുള്ള ഈ പരിപാടിക്ക് എനിക്ക് ചെറിയ കാര്യങ്ങൾ, പക്ഷേ ഇതിന്റെ മുൻനിരയിലേക്ക് എത്തുന്ന ആളുകൾ, രവി ചങ്കത്ത്, ഞാനിപ്പോ യാസിൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഈ ചുറ്റുവട്ടത്തെ, ഗുരുവായൂരിന്റെ ചുറ്റുവട്ടത്തെ സാംസ്കാരിക സ്പന്ദനങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം എന്നൊക്കെ ആ ബുദ്ധിഭാഷകൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ ആളുകൾ വളരെ കുറവാണ്. സ്വന്തം കാര്യം നോക്കി പോകുന്ന ആളുകളാണ്. ഈ ആളുകളെല്ലാം തീർച്ചയായിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിരിക്കുന്നവരാണ്. നിങ്ങളെല്ലാം എൻ്റെ പ്രസംഗത്തിന് വേണ്ടിയിരിക്കുന്നവരല്ല, നല്ല നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ വലിയ കുറവാവും, എന്നെ സംബന്ധിച്ച് വലിയ ഒരു വിഷമമാവും, സങ്കടമാവും, ഖേദമാവും എന്നുള്ള അറിവ് കൊണ്ടാണ്. നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂരിൻ്റെ പ്രതലത്തിലാണ്, ഗുരുവായൂരിൻ്റെ സാംസ്കാരിക പ്രതലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശന്ന് വയറുന്ന ഒരു മനുഷ്യൻ ഒരു അവിൽപ്പതിയുമായിട്ട് കാലങ്ങൾക്ക് മുമ്പേ തിരിച്ചു. മാറത്തെ വിയർപ്പൂവെള്ളം കൊണ്ടുനാറും സതീർത്ഥനെ മറത്തുന്മയോടു ചേർത്തു ഗാഠം പുണർന്നു. കൃഷ്ണൻ കുചേരനെ, ദരിദ്രനായ കുചേരനെ മാറോട് ചേർത്ത് പിടിച്ച കൃഷ്ണന്റെ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ മനസ്സാണ് GSIനും ഇതിന്റെ മുഴുവൻ പ്രവർത്തകർക്കും. എല്ലാവരെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. ഈ മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാരതം 79ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ദിവസമാണെന്ന്. മഹാത്മാഗാന്ധിയുടെ പ്രയത്നം കൊണ്ട് നമുക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചു. അത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ, ഭാരതീയർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ജീവിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. അതാണ് പ്രധാനം. അതാണ് ഇപ്പം ഇന്ന് അജിത്ത് പറയുന്നത്, ആരോഗ്യം, ഇന്ന് ഭക്ഷണ സ്വാതന്ത്ര്യം. അതാണിപ്പോൾ ആ വാക്ക് വലിയ പ്രസക്തമായിട്ടൊരു വാക്കാണ്. അത് കിട്ടുന്നത് ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പല ദാനങ്ങളുണ്ട്. അതിലേറ്റവും മഹനീയമായ ദാനം അന്നദാനമാണ്. കാരണം എന്തെങ്കിലും നമുക്ക് കൊടുക്കുമ്പോൾ ആർക്ക് കിട്ടുന്നവരെ പോരാന്ന് തോന്നും. കുറച്ചുകൂടി ഒരു 1000 രൂപ ഒരാൾക്ക് കൊടുത്താൽ അയാൾക്ക് 2000 തരാമെന്ന് തോന്നും. പക്ഷേ ഭക്ഷണമാണെങ്കിൽ എനിക്കിത് മതി എന്ന് പറയിക്കാവുന്നൊരു ദാനം അന്നദാനം മാത്രമേ ഉള്ളൂ. അതാണ് ഈ അന്നദാനത്തിൻ്റെ പ്രാധാന്യം. അതാണ് ഇപ്പോൾ ഇന്നതാ നമ്മുടെ സഹോദരങ്ങൾ വന്നിരിക്കുകയാണ്. അവരൊക്കെ ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇത്രയും ആൾക്കാരെ ഇന്ന് സ്വാതന്ത്ര്യദിനായിട്ട് അവരൊക്കെ വയറ് നിറയ്ക്കാൻ സാധിച്ചു. നമ്മുടെ നമുക്കൊരു പുണ്യം. അതിന് ഏറ്റവും പുണ്യം നിൽക്കുന്ന അജിതാണ്. അദ്ദേഹത്തിൻ്റെ നേരത്തെ സാർ പറഞ്ഞ പോലെ, നമ്മളൊക്കെ കിട്ടുന്ന വരുമാനം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക്, ഭൗതിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അജിത് സാർ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഈ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഇതിൽ ചെയ്യുമ്പോൾ, അദ്ദേഹം പങ്കെടുത്ത് ചെയ്യുമ്പോൾ അത് അദ്ദേഹം വലിയ മഹത്തായ കാര്യം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മാതൃകയായി മാറുകയാണ് അജിസ്കാർ. അദ്ദേഹത്തിനെ ഇതിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ജയിക്കുന്നു. എനിക്ക് എല്ലാവരോടും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട രാജൻ സാറ്, ഗുരുസ്വാമി, ഇവരെല്ലാവരും പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം എനിക്ക് ഇതുപോലൊരു സൽക്കർമ്മം ചെയ്യാൻ എനിക്ക് അനുവാദം തരികയും എല്ലാം കൂടെ കൂട്ടുകയും ചെയ്ത ബാലാമണി ടീച്ചർ, അതുപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സ്, അതുപോലെ ഇന്ന് സഹകരിച്ച എല്ലാവരോടും എൻ്റെ പ്രത്യേക നന്ദി പറയുന്നു. അതോടൊപ്പം ഭഗവാനോടും നന്ദി പറയുന്നു. ഭഗവാന്റെ കാരുണ്യമില്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ആ സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം തന്നതുകൊണ്ട് മാത്രമാണ്, എന്ന് വേണമെങ്കിൽ പറയാം, സ്വപ്നത്തിൽ ദർശനം തന്നു, ഇയാളൊരു കർമ്മം ചെയ്തുകൂടെ എന്ന്.
ആദ്യം ഞാൻ ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു. ദേവിയുടെ നക്ഷത്രമായ കാർത്തിക, എല്ലാവരും സംശയിക്കും കാർത്തികത്തിന് എന്താ നക്ഷത്രമാണോ? സത്യം തുറന്ന് പറയാം, ദേവിയുടെ നക്ഷത്രം ഞാൻ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്നോട് ചോദിച്ചു, എല്ലാ ദിവസങ്ങളും കൊടുക്കാൻ കഴിയില്ലല്ലോ, എങ്കിലും ഇങ്ങനെയുള്ള ദിവസങ്ങൾ മനുഷ്യാവകാശ ദിനം, സ്വാതന്ത്ര്യ ദിനം, കുചേല ദിനം, പള്ളിവേട്ട ദിവസം ഇങ്ങനെയെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയുള്ള പൈസ? അപ്പോൾ പറഞ്ഞു അതൊക്കെ ഞാൻ തരാം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ സൽക്കർമ്മം ചെയ്താൽ അതിന് ഫലം ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് തെളിയിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ടാണ് അതാണ് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ ഫലം, ഗുണം നമുക്ക് കിട്ടും, നമ്മളോടൊപ്പം ഭഗവാൻ ഉണ്ടാകും. അതുകൊണ്ട് കൂടിയാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ഈ നല്ല സുഹൃത്തുക്കളുടെ അടുപ്പം കൊണ്ടും സാമീപ്യം കൊണ്ടും ഇവരെ ലഭിച്ചത് കൊണ്ടുമൊക്കെ എനിക്ക് സൽക്കർമ്മം ചെയ്യാൻ കഴിയുന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടി ആഹാരം കഴിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടും കഴിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും, പ്രത്യേകിച്ച് ബാലാവണ ടീച്ചറോടും ബാക്കി ഗുരുസ്വാമിയോടും ജോൻദാസ് ഗുരുവായൂർ ഉൾപ്പെടെ എല്ലാവരോടും, പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നതിൽ എല്ലാവരോടും, ഇന്ന് വന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നമസ്കാരം. വേദിയിലെ മഹാപ്രതിഭകളെ, വേദിക്ക് മുമ്പിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, ഇന്നലകളെയും ഓർത്തവരെയും ഓർക്കുന്നവരെയും നാളെയും മറ്റന്നാളും ഓർക്കും എന്നൊരു നാട്ടറിവുണ്ട്. സത്യത്തിൽ ശബ്ദവും വെളിച്ചവും നിൽക്കാത്ത ഈ കൃഷ്ണ കൃപയുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഓർത്തവരെയും ഓർക്കുന്നവരെയാണ്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ പരിഭവവും പരാതിയും പ്രതികാരവും പ്രതിഷേധവും ഒക്കെ നിലനിൽക്കുന്ന വീട്ടിലായാലും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായാലും അത് നടന്ന് നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വേറിട്ട ഒരു സംഭവമായി നാം 10 വർഷമായി ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അത് സംഘടിപ്പിക്കുകയും അത് സഹകരിക്കുകയും ചെയ്യുന്ന അന്നു മുതൽ ഇന്ന് വരെയുള്ള ഈ ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ എൻ്റെ അറിവ് വെച്ച് യാത്രാ സൗകര്യങ്ങളും വാർത്താ മാധ്യമങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ തുടങ്ങി ഒന്നുണ്ടാക്കിയെടുക്കാൻ എളുപ്പവും അത് നിലനിർത്തുവാൻ എളുപ്പക്കേടുമെന്ന നാട്ടറിവിനെ അസ്ഥാനത്താക്കി നിലനിർത്തുകയാണ്. ഇന്നത്തെ വിശക്കുന്ന വയറിൽ ചോറ് എന്നുള്ള ആ സങ്കല്പം അത് നിലനിൽക്കുന്ന അബ്ദുൽ രവിയേട്ടൻ, ബാലേട്ടൻ, എല്ലാവർക്കും ഉചിതമായ നമസ്കാരം. ഭാരതം ഇന്ന് 29ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ആ ജന്മനാളിൻ്റെ, ആ പിറന്നാളിൻ്റെ സദ്യ കൂടിയാണ് ഇപ്പം ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അത് നൽകുവാൻ ഇവിടെ സന്നദ്ധനായ അജിസ്റ്റാറിനെ ഗുരുവായൂരപ്പൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി ചേംബർ ഓഫ് കൊമേഴ്സ്, പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന വിശക്കുന്ന വയറിൽ ചോറ് എന്ന പദ്ധതി. ഇതിലൂടെയാണ് ഈ ഒരു കർമ്മം മറ്റ് സംഘടനകൾക്കും വ്യക്തികൾക്കും കൂടി പ്രചോദനമാണ്. നമുക്കറിയാം, ഗുരുവായൂരിൽ അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കുന്ന വീടും പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ഏക ആശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ എത്തിച്ചേരുന്നത്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. അത് വളരെ ഭംഗിയായി ചേംബർ ഓഫ് കൊമേഴ്സ് നിർവഹിച്ചു വരുന്നു ഇതുവരെ. അതിനോട് ഒരുപാട് ആൾക്കാർ അതിനോട് സഹകരിച്ച് നീങ്ങുന്നുണ്ട്. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സർവേശ്വരൻ അവർക്ക് ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് ഓരോ വ്യക്തികളും സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാതൃകാ പുരുഷന്മാരായിട്ട് തീരുന്നത്. അങ്ങനെ ഒരു മാതൃകാ പുരുഷനാണ് നമ്മുടെ പ്രിയപ്പെട്ട രവിയേട്ടൻ. കാരണം കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിന്ന് ജനിച്ചുകൊണ്ട് ഗുരുവായൂരിലേക്ക് അതിൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ച് ഒരു സംഘടന നിരവധി സംഘടനകളിൽ തൻ്റെ
ആ നേതൃത്വ പാടവം കാണിച്ചുകൊണ്ട് നല്ലൊരു കോർഡിനേറ്ററായിട്ട് ഏത് പരിപാടി ഏറ്റെടുത്താലും അത് വളരെ വിജയകരമായിട്ട് എടുക്കുന്ന ആ ആത്മാർത്ഥമായിട്ടുള്ള സമീപനവും പരിശ്രമവുമാണ് ഇതിൻ്റെ എല്ലാം വിജയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ അഭ്യർത്ഥിക്കാൻ നേതൃത്വം നൽകുന്ന ഒരു സംഘടന പുരസ്കാരം നൽകി ആദരിക്കുന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകട്ടെ, ഇത്തരത്തിലുള്ള അവാർഡുകൾ അല്ലെങ്കിൽ ആദരവുകൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അവരുടെയൊക്കെ വികാര വിചാരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ നമുക്കറിയാം ചേംബർ ഓഫ് കോമേഴ്സിനെ പോലൊക്കെ ജാസ്മിൻ ദേവിയൊക്കെ ഗുരുവായൂരിൻ്റെ മനസ്സറിഞ്ഞ് ഗുരുവായൂരിൻ്റെ നാളുകൾ എന്ത്, നന്മ എന്ത്, ഗുരുവായൂരിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നിരന്തരമായ അധികാരികളുമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതോടൊപ്പം തന്നെയാണ് ഈ വലിയ നീതി കപ്പയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്തരമൊരു ഒരു ദശകം പിന്നീടുകയോ നമുക്കറിയാം ഇത്തരമൊരു വേളയൊക്കെ പിന്നീടാണ് വളരെ സുമനസ്സുകളുടെ ഇവിടെ സാറിനെ പോലുള്ള നേരത്തെ പറഞ്ഞ പോലെ ജീവിത പ്രയാണത്തിൽ സൽക്കരണങ്ങൾ എന്ന അതിനെയൊക്കെ തിരിച്ചറിയുന്നതിന് ഏകോപനത്വവും വീട്ടണവും നമുക്കറിയാം പരിമിതിയുണ്ടാവും. എല്ലാ വ്യാഴാഴ്ചയും എന്ന് പറഞ്ഞിട്ട് മാസത്തിൽ എല്ലാ ദിനങ്ങളിലും എങ്കിൽ അതിലുപരിയായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്ന വിചാരങ്ങൾ അതല്ല ഈ വേളയുടെ വലിയ ഒരു സംഘം. നമുക്കറിയാം ഇപ്പോൾ ആ ബാബ എൻ്റെ സാഹിത്യം നമുക്കറിയാം അദ്ദേഹം യുഎയുടെയും പ്രവാസിയുടെയും ഒക്കെ കഥകൾ അറിയുന്നവർക്കറിയാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഗാന്ധിജിയുടെ സങ്കല്പമാണ് അദ്ദേഹത്തിന്. കാരണം നന്മകളോടുള്ള നിലമാണ് ഒരുപക്ഷെ ഒരു പരിക്കുകളുമില്ലാതെ മറ്റൊരു തരത്തിലുള്ള എല്ലാവർക്കും മാർഗദീപവുമായി നമ്മുടെ എൻ്റെ പ്രവാസി ലോകവും അതിൻ്റെ ചരിത്രം ഇന്നലെ പരിശേഷം മനസ്സറിയും മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ ചർച്ച മനസ്സിലാക്കാൻ അവരുടെ മൂല്യം അവരുടെ അന്തസത്തയുമായി പങ്കുചേരുവാനും ഒക്കെയുള്ള പ്രാണിയുള്ളൊരു വനാധികാരി. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലൊരു പുരസ്കാരം ഇവിടെ നൽകപ്പെടുന്നത് നമ്മുടെ രവി സംഘത്തിനാണ്. ചെറിയ കാര്യമല്ല. നേരത്തെ പറഞ്ഞ പോലെ എന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ പറയുന്ന രീതിയിൽ അത്തരം ഒരു സത്കർമ്മങ്ങൾക്ക് നേർന്നു. ഒരുപക്ഷെ രവി സംഘത്തെന്ന് എന്ന് പറയാണെങ്കിൽ ഗുരുവായൂരിലെ ഏറ്റവും മികവുറ്റ ഒരു സംഘാടകനാണ്. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളിൽ എല്ലാം വിജയക്കൊടി പാർപ്പിക്കുന്നു. ആധ്യാത്മിക രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും ജീവകാരുണ്യ രംഗത്തായാലും പൊതുസമൂഹത്തിലായാലും എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഉയർന്നു നിൽക്കുന്നു. ഏറ്റവും മികവുറ്റ ഗുരുവായൂർ സംഘാടകർ ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ 100% ഉത്തരം നൽകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴൊക്കെ സ്വാർത്ഥ സംഘടിത താല്പര്യങ്ങളാണ് നമുക്കൊക്കെ പ്രവർത്തികൾക്ക് എങ്ങനെ ആളാകണമെങ്കിൽ ഇങ്ങനെ 50 രൂപ നൽകപ്പെടുന്ന ഒരു ചടങ്ങാണെങ്കിൽ അത് 50,000-ഉം 5 ലക്ഷവും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ വലുതാക്കുന്ന സമൂഹത്തിലാണ് തൻ്റെ പ്രവൃത്തിയുടെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ധാര തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മാറ്റി മറ്റുള്ള വേദന മനസ്സിലാക്കിയത് ഇത് വലിയ വ്യക്തിത്വമാണ് ഈ സംഘത്തിൽ. അദ്ദേഹം കൈവച്ച മേഖലയിൽ നമുക്കൊക്കെ അദ്ദേഹവുമായി പങ്കുചേർന്ന നിരവധി സംഘടനകളുണ്ട്. അതൊക്കെ ഉത്തരോത്തരം കാരണം അദ്ദേഹം കൈവച്ച മേഖല ഒന്നും പുറകോട്ട് പോയിട്ടില്ല. ഉത്തരോത്തരം അത്തരമൊരു വ്യക്തിത്വമാണ്. നേരത്തെ അർപ്പത്തിക്കാൻ നമുക്ക് സമാനമായി ജനം ആ അരനൂറ്റാണ്ടോളമായി പ്രവാസ ലോകത്ത് ദൃശ്യമാധ്യമ രംഗത്തും അവിടെയൊക്കെ മാധ്യമ രംഗത്തും തലവെടുപ്പം നിൽക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ മനുഷ്യ നന്മകളിൽ സാംസ്കാരിക രംഗങ്ങളിൽ ജീവകാരുണ്യ രംഗങ്ങളിലൊക്കെ നന്മകൾ സാംസ്കാരിക കലാരംഗങ്ങളിലൊക്കെ മികവുറ്റ നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകപ്പെടുവാൻ ഇപ്പോൾ ഇത്തരം ബാബാ സാഹിബ് എന്ന ഒന്നിനെ പേരുന്ന ഒരു സുൽത്താൻ്റെ പേരിൽ പലർക്കും ഇപ്പോൾ ഗുരുവായൂരിൽ തന്നെ 2-3 പേർക്ക് അദ്ദേഹം നൽകി നിരന്തരമായ പ്രയാണങ്ങൾ പരിസരത്തൊക്കെ നടത്തുന്നു. ഇപ്പോഴും പ്രവാസ ലോകത്തുണ്ടെങ്കിൽ പോലും തൻ്റെ മൂല്യം ഇതാണ് എന്ന് കാരണം അദ്ദേഹവും നേരത്തെ പറഞ്ഞ ജീവിത പ്രയാണത്തിൽ അജിത് സാറിനെ പോലെ പൊതുസമൂഹത്തിൻ്റെ നന്മയായിരുന്നു. കാരണം അദ്ദേഹമൊക്കെ ഇന്ന് വലിയ രാജാവായിരുന്നു. പക്ഷേ ഈ പൊതുസമൂഹത്തിൻ്റെ നന്മകൾ അറിഞ്ഞ് അതിന് മുന്നോട്ട് ഇറങ്ങി അവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. എന്തായാലും തികച്ചും അത്തരത്തിലുള്ള ഈ മാതൃകാപരമായി UAE പോലുള്ള അബുദാബി പോലുള്ള ആ ഗൾഫ് മേഖലയുടെ രാജ്യശക്തിയും രാഷ്ട്രശക്തിയും ഒരുപക്ഷെ നന്മയുടെ പ്രകാശപൂർവ്വമായി തെളിഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാര സ്നേഹവന്തരം എന്തുവാണെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ഒരു ആനന്ദം നിറഞ്ഞ വേളയാണ്. നമുക്കൊക്കെ ഇവിടെ ദൈവവുമായി ബന്ധപ്പെട്ടവരാണ് എല്ലാവരും ഇതിൻ്റെ സംഘാടകർ. അവർക്കൊക്കെ ആനന്ദവും ആഹ്ലാദവും ഇനിയും ഇതിൻ്റെ പ്രവർത്തനത്തിന് വലിയ
ഊർജ്ജവും കരുത്തും പകരുന്ന ഒരു വേള കൂടിയാണ്. ഈ പറഞ്ഞ പോലെ കുട്ടി കരിമുക്കിൻ്റെ ആ വികാരങ്ങളൊക്കെ ഈ മനസ്സുമായി, കാരണം അദ്ദേഹത്തെ തിരിച്ചറിയുന്ന ഇതേപോലെ തിരിച്ചു നിരവധി നമ്മളൊക്കെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നൽകാമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഉൾവലിക്കുകയാണ്, വേണ്ട എന്ന് പറയുന്നത്. ഇതുപോലെ അതൊക്കെ വെട്ടിമാറ്റി അബ്ദുൽ കരിമൊക്കെ എല്ലാവരും നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന പോലെയാണ്. എന്തായാലും അറിയിക്കുന്ന കൈകളിലേക്കാണ് ആ പ്രയാണം അത് നൽകപ്പെടുന്നത്. ഏറ്റവും നല്ല വേള കൂടിയാണ്. രണ്ടും ഈ പറഞ്ഞ പോലെ വിശപ്പിരഹിതവരും നല്ല നാളുടെ പ്രയാണത്തിൽ ഇത്തരം മനുഷ്യ മനസ്സുകൾ അമ്മയുടെ പ്രകാശഗോപുരങ്ങൾ സ്നേഹം നൽകി, സ്നേഹബന്ധനം നൽകി ഇത്തരം വേദി തന്നെ നമുക്ക് മുന്നോട്ട് വന്ന ശുദ്ധീകരണം നൽകപ്പെടുന്ന പ്രവാസികളുടെ ഉദ്ഘാടനം ചെയ്ത വ്യക്തിത്വമൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാണങ്ങളും അതുപോലെ തന്നെ അച്ഛനായിരിക്കുന്നതിൻ്റെ വികാസ വികാരങ്ങളും അതൊക്കെ ഈ പറഞ്ഞ പോലെ തുടരാൻ ഇല്ലാത്തൊരു സമൂഹത്തിലേക്കാണ് നമ്മുടെ ഞാൻ എന്നുള്ള ചിന്തകളിലേക്ക് ഒതുങ്ങുമ്പോഴാണ് പൊതുസമൂഹത്തിൻ്റെ ആ നന്മകളെ തിരിച്ചറിഞ്ഞ പ്രയാണം. അതിനൊക്കെ അവർക്കൊക്കെ സ്നേഹാശംസകൾ സംബന്ധിച്ച് ഈ വേളയ്ക്ക് എല്ലാ ആ ഒരു രാഷ്ട്രശക്തി അതിനൊരു കാമ്പുണ്ട് എന്നുള്ള അന്നത്തെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ ഇത്തരമൊരു പുരസ്കാരം തന്നതിൽ അഭ്യർത്ഥിക്കാനുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ദാസിനെ പോലുള്ള ഒരാളുടെ നിന്ന് അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കിടുകയാണ്. കാരണം ഇത്തരമൊരു പരിപാടി, ഞാൻ നേരത്തെ ടീച്ചറുടെ കാര്യം പറഞ്ഞ പോലെ ഈ ചേംബർ ഓഫ് കൊമേഴ്സ് ഇത്തരമൊരു പരിപാടി ഏറ്റെടുക്കാൻ തന്നെ കാരണം യാസിൻ എന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ സ്വഭാവ നൈർമല്യം കൊണ്ടു കൂടിയാണ്. കാരണം ഇതൊക്കെ കൂടി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് കൊണ്ട് തന്നെയാണ് അത് നിലനിന്ന് പോകുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടിയതിലുള്ള സന്തോഷം. അഭിപ്രായം പറഞ്ഞ പോലെ സംഘാടനത്തിലെ സങ്കടക്കാരെ അറിയുന്ന ഒരാളാണ്. അതെ, എപ്പോഴും പറയുന്ന ഒരാളാണ്. അത്തരത്തിലൊരു പൊതുപ്രവർത്തകൻ അതിന് തയ്യാറായതിലുള്ള സന്തോഷം ഇതിലുള്ള എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് യോഗത്തിന് നന്ദി പറയുന്നതിനായിട്ട് വസ്ത്രദാനത്തിൻ്റെ കൺവീനർ മുരളിയായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നീണ്ടൊരു നന്ദിക്ക് എന്തായാലും സമയം നമുക്ക് വൈകി. എന്തായാലും നമുക്ക് കൊല്ലത്തിൽ 2 പരിപാടിയാണ് ഉണ്ടാവാറ്, വിഷുസദ്യ, ഓണസദ്യ. അപ്പം നമുക്ക് ആഗസ്റ്റ് 15 കൂടി 3 പരിപാടിയായി. എന്തായാലും അജിത് സാറിന് പ്രത്യേക നന്ദിയുണ്ട് ഇന്നത്തെ ദിവസം. എന്നാൽ ഈ അധ്യക്ഷത പദം അംഗീകരിച്ച മുഹമ്മദ് യാസിന് വളരെ സ്നേഹപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഉദ്ഘാടനം ചെയ്ത മറ്റേ രാജു സാറിന് നമ്മൾ ഇത്രയും എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സമയം ചെലവഴിച്ച അജിത് സാറിനോടുള്ള താല്പര്യം തന്നെയാണ്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അജിത് സാറിനെ ഗുരുസ്വാമി, ചന്ദ്രേട്ടൻ, ബാലേട്ടൻ, ജയവേട്ടന് ഇന്നത്തെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ പറ്റും. അതെന്തായാലും വളരെ സന്തോഷകരമാണ്. ഞാൻ സത്യത്തിൽ ഇപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഇങ്ങനെ ഒരു സാധനം കൊണ്ടിപ്പോൾ അത് അജിത് സാറിനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഫോട്ടോ കണ്ടപ്പോഴാണ് അതിന് പറയുന്നത്. എന്തായാലും ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്തായാലും ജയവേട്ടനോട് പ്രത്യേക നന്ദിയുണ്ട്. എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു. ടീച്ചർക്ക് ഇന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സഹായം മകനും ഇവിടെ ചെയ്തു തന്നതിന് ഇപ്പൊ നമുക്ക് ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. അതിന്റെ തുടക്കം മുതൽക്ക് തന്നെ ടീച്ചർ എല്ലാ കാര്യത്തിലും ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ഇന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരു ബക്കറ്റ് സാമ്പാർ മണി. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.